രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ഇവിടെ ഇല്ലാന്ന് മറ്റേ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. മധുരയാണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ നമ്മൾ ചേലക്കര തട്ടി വിളിച്ചേനെ. കാര്യം ഇവിടെ വന്നിട്ട് രാധാകൃഷ്ണനെ കാണാൻ പറ്റില്ലെന്ന് ഞാൻ പിന്നെ അല്ലേ കല്ലറ മക്കളിലൊക്കെ പോയി ഞാൻ. എത്രാം ദിവസം ഇതിപ്പോ എനിക്കൊന്ന് എല്ലാ 16 ദിവസമായില്ലേ? നമ്മൾ ഏപ്രിൽ 20 അവസാനിപ്പിക്കും. ഒരു കാര്യം മനസ്സിലായ രാഷ്ട്രീയ ഇത് പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും മാത്രമേ പറ്റൂ. ഇത് ആഷ്മയൊക്കെ ഇങ്ങനെ ഇരുന്നാണോ നോക്ക്, ഇറങ്ങി നടന്നു തുടങ്ങി കരുവാളിച്ചു തുടങ്ങി പാവം. കുറച്ച് അനുഭവം ഉണ്ടല്ലോ ഉണ്ടല്ലേ, വലിയ കുഴപ്പമില്ല. അപ്പൊ ഇത്തവണ ലോക്സഭ കുറച്ച് കടുത്ത ലോക്സഭയായിരുന്നു അല്ലേ? മാർട്ടിൻ മലയാളം സംസാരിച്ച് പൊളിച്ചു. അല്ല, എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപിയും ബ്രിട്ടാസോടെ മലയാളത്തിൽ ഏറ്റുമുട്ടിയത് നന്നായി. കാര്യം അവർ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ നമുക്കത്ര മനസ്സിലായില്ല എന്തോ ഈ പറയുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ ലോക്സഭയിലെ ഒരുപക്ഷെ ഇപ്പം ബില്ല് പാസ്സായെങ്കിലും ആളുകൾക്കിടയിൽ അത് എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ കൃത്യത ആയിട്ടില്ല. അതായത് ഇത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ പറയാൻ ശ്രമിച്ചത്, നമ്മള് ഓരോ മതവിഭാഗത്തിനും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ടല്ലോ. അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായിട്ട് ചിലർക്ക് കുറവും ചിലർക്ക് കൂടുതലും എന്ന് പറയുന്നത് ഈക്വാലിറ്റിയെ നിഷേധിക്കുക, അത് പാടില്ല എന്നാണ് നമ്മുടെ വാദം. ഓക്കെ, മാത്രമല്ല ഗവൺമെന്റ് അഡമന്റ് ആയിരുന്നു അല്ലേ? അഡമന്റ് ഇതെന്തായാലും പാസ്സാക്കി എടുക്കും, നടപ്പിലാക്കും. അതിലെന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഞാൻ ഒരു പോയിന്റ് പറഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപി ചൂടായത്. അതായത് കേരളത്തില് 87-ലെ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നു കഴിഞ്ഞപ്പോ ഒരു ദേവസ്വം ബോർഡില് ഒരു ക്രിസ്ത്യൻ നയം വന്നു, പേര് മാത്രമേ, ക്രിസ്ത്യാനിയല്ല. ഉടനെ കേരളം മുഴുവൻ കലാപം ഉണ്ടാക്കിയവരാണ്. എന്നാൽ ഇതില് 22 ബോർഡ് അംഗങ്ങളിൽ 12 പേരും അമുസ്ലിമുകളാണ്. അത് ശരിയാണോ എന്നാണ് ചോദിച്ചത്. അപ്പോ പുള്ളി ഇതെന്തോ പുള്ളിയെ കുറ്റം പറയാന്ന് ചോദിച്ചു. നിങ്ങളും ഈ ഒരു ടോക്കിംഗ് ടൈംസ് അല്ലായിരുന്നു നേരത്തെ തന്നെ കണ്ട ലോകിയൊക്കെ അല്ലേ? ലോകിയോ കുറച്ചു കാലമായിട്ട് പറയുന്നതിന് എല്ലാം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. മാധ്യമക്കാരെ അംഗീകരിക്കുന്ന പോലെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ അംഗീകരിക്കുന്നില്ല. കേരളം പഠിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? നല്ല ശിഷ്യനായിരുന്നു. അയ്യോ, രാധാകൃഷ്ണൻ നല്ല ആളായിരുന്നു. നമ്മളതല്ലേ നമ്മളെപ്പോഴും നമ്മളല്ലെങ്കിൽ എല്ലാ ആൾക്കാരെ കുറിച്ചും ഇങ്ങനെ പറയാറില്ലല്ലോ. അപ്പൊ രാധാകൃഷ്ണൻ ഈ സ്കൂളിന്റെ പ്രോഡക്റ്റ് ആണെന്ന് ടീച്ചർ പറഞ്ഞു. അതെ, ഇവിടെയാണ് 90-ാണ് LP UP, ഇവിടെ ഹൈസ്കൂൾ. ഓക്കെ, അപ്പൊ ഈ ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പൊ ഈ ടീച്ചർ തന്നെ ഉദാഹരണം ഒറ്റപ്പാലത്ത് ട്രാൻസ്ഫർ ആയി വന്ന പ്രിൻസിപ്പലിനി പോകുന്നില്ലെന്നാ പറയുന്നത്. ചേലക്കര എന്ന് പറഞ്ഞാൽ ചേലുള്ള കര. ഒരു സുഹൃത്ത് എഴുതിയെന്നറിയോ, അസീസ് അടിച്ചൊരു കമന്റാണ്, ചേലക്കരയ്ക്ക് ഈ പേര് വരാൻ കാരണം ടിപ്പു മാറുമറയ്ക്കാൻ ചേല വിതരണം ചെയ്ത ചരിത്രമുണ്ട്. പല ചോലയ്ക്ക് അക്കര ലോപിച്ചാണ് ചേലക്കര എന്നുള്ളത് വന്നതെന്നും, അല്ല ചേലുള്ള കരയാണ് ചേലക്കര എന്നും, ചേല കൊടുക്കാൻ ടിപ്പുവിന് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല എന്നുള്ളൊരു കഥയും ഉണ്ട്. കാരണം കാളിയാറോഡ് വന്നു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സ്ഥിതി, ഒരു ഐതിഹ്യമാണ്. അന്ന് മല്ലിശ്ശേരിമുത്തി എന്ന് പറഞ്ഞ ഞങ്ങളുടെ തട്ടകത്തെ ഒരു ദേവിയുണ്ട്. അവരവിടെ പ്രത്യക്ഷപ്പെട്ടു പട്ടാളക്കാരുടെ മുമ്പിൽ. അപ്പൊ അവര് ചോദിച്ചു ഈ ചേലക്കരയ്ക്ക് എങ്ങനെയാ വഴിന്ന്. അപ്പൊ അവര് അമ്മ പറഞ്ഞു ആടിന് മേയ്ക്കുന്ന പോലെ നിന്നു. 5000 പള്ളിയും അതുപോലെ മാലക്കുളം കഴിഞ്ഞതിന് ശേഷം വേണം ചേലക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പെട്ടെന്ന് ആലോചിച്ചു, ഇങ്ങനെ 5000 പള്ളി എന്ന് പറയുന്ന അന്ന് പള്ളി വളരെ കുറവാണ്. 5000 പള്ളി എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ ആണെന്ന് ഊഹിച്ചു. പിന്നെ മാലക്കുളം കുളങ്ങളുടെ അപ്പൊ അത്രയും ഇത് താണ്ടി പോവാന്നുള്ളത് പ്രയാസമാണ് കണ്ടത്. അവിടെ നിന്ന് തിരിച്ചുപോയി എന്നാണ്. അവിടെ പീരങ്കിയൊക്കെ ഉപേക്ഷിച്ചിരുന്നു. ഞാൻ 8 9 പഠിക്കുമ്പോൾ പീരങ്കി അവിടുന്ന് ഒരു കൃഷിക്കാരൻ പണിയെടുക്കുമ്പോൾ കിട്ടുകയും ചെയ്തു. അപ്പൊ എന്താ വെച്ചാൽ 5000 പള്ളിയുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഒരു പള്ളിയേ ഉള്ളൂ. ഓക്കെ, മാലക്കുളം ഉണ്ട്, കുറുമല, അവിടെ ഒരു കുളമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഐതിഹ്യം. ഓക്കെ, ഇപ്പൊ ചേലക്കര രാധാകൃഷ്ണന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാണല്ലോ. അപ്പൊ ഈ ചേലക്കരയിൽ നിന്ന് മാറി ഡൽഹിയിൽ നിൽക്കുമ്പോ എന്താ തോന്നുന്നത്? ചേലക്കരയിൽ നിന്ന് മാറുന്നില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് വരും. ഡൽഹിയാണ് ചേലക്കരയാണ് നല്ലത്. അത് സംശയമുണ്ടോ? ചോദിക്കാനില്ലല്ലേ? ഓക്കെ സാർ, ഈ ഓരോ എല്ലാവരും ഇങ്ങനെ ഓരോ കാലം മാറുന്തോറും മാറിക്കൊണ്ടേയിരിക്കും. അതിപ്പോ വസ്ത്രധാരണത്തിലായാലും സംസാരിക്കുന്ന രീതിയൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. മാറ്റം വേണം എന്നാണല്ലോ പറയുന്നത്. പക്ഷെ സാറിന്റെ ഒരു കാര്യത്തിൽ എത്ര മാറ്റങ്ങൾ വന്നാലും ആ ഒരു സിംപ്ലിസിറ്റി ഇപ്പോഴും ഉണ്ട്.
അതൊരു സ്വന്തം അതൊക്കെ നയം മനസ്സിലായി ഇവരൊക്കെ പഠിച്ചത് മാറ്റത്തിന് മാത്രമേ മാറ്റമുള്ളൂ മാറ്റമുള്ളൂ. കാൾമാർക്സ് പറഞ്ഞ എങ്ങനെയാണ്, മാറ്റം എന്ന വാക്ക് മാറ്റമാണ് മാറ്റത്തിന് അപ്പൊ ബാക്കി മാറുന്നുണ്ടായിരിക്കും, നമ്മൾ കാണാത്തോണ്ടാ. സാറിന്റെ കാര്യത്തിൽ നമ്മള് ധ്വനി മനസ്സിലായോ? എന്തുകൊണ്ടാ കാലത്തിനനുസരിച്ച് മാറാത്തതെന്നാണ് ഇന്ത്യ. പോസിറ്റീവായിട്ടാ കേട്ടോ, വളരെ പോസിറ്റീവ്. നമുക്കൊക്കെ വളരെ ബഹുമാനമുള്ള ആളാണ്. ഇങ്ങനെയൊക്കെ പോയാ മതി, നമ്മളിങ്ങനെയൊക്കെ പോയാ മതി. അത് ഈ സ്കൂള് ഇന്നിപ്പോ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് നമ്മുടെ ടീച്ചർ പറഞ്ഞു, പ്രിൻസിപ്പൽ പറഞ്ഞു. സയൻസ് ലാബിന്റെ ഓക്കെ, ശാസ്ത്രായുധ പരിഷത്തിന്റെ സമ്മേളനം തൃശ്ശൂർ ജില്ലാ സമ്മേളനം ഇവിടെ ചേലക്കര അല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഈ ചേലക്കരയിലെ പുറത്തേക്കുള്ള ആളുകളെ ആകർഷിക്കാൻ ചേലക്കരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒന്ന്, ഈ ചേലക്കരയിലെ ആളുകൾ നല്ല ആളുകളാണ്. ആര് വന്നാലും അവരെ ടോളറേറ്റ് ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. സഹിക്കും. പിന്നെ പല ഘടകങ്ങളുണ്ട്. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം ഏകോദര സഹോദരങ്ങൾ പോലെ ജീവിക്കുന്നു. വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ജനതയാണ്. പണിയെടുക്കാൻ നിന്ന് ജീവിക്കുക എന്നുള്ള കൾച്ചറായിരുന്നു നേരത്തെ. ഇപ്പൊ കുറെ കുട്ടികൾക്കൊക്കെ പുറത്തു പോയി പോകാനും ജോലി സമ്പാദിക്കാൻ അല്ലെങ്കിൽ പണം സമ്പാദിക്കാനൊക്കെ കഴിഞ്ഞ് അതിന്റെ ഒരു മാറ്റമുണ്ട്. പറയാൻ മറന്നു, നമ്മുടെ പുതിയ ജനറൽ സെക്രട്ടറി അല്പസമയത്തിനകം നമ്മളുടെ ലൈവ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സഖാവ്. അപ്പൊ സഖാവിനോടൊന്നും പറയാനില്ലല്ലോ, അവിടെ വെച്ച് മധുര തിരക്കിനിടെ പറയാൻ പറ്റിയ എന്തെങ്കിലും. നമ്മൾ സ്ഥിരം കാണുന്ന ആളല്ലേ. അല്ല, അത് ജനറൽ സെക്രട്ടറി ആകുമ്പോൾ അപ്പൊ നമുക്കൊക്കെ സന്തോഷമായി. കാരണം എനിക്കൊന്ന് പ്രകാശ് കാരാട്ടിനും നമ്പൂതിരിപ്പാടിനും ശേഷം അല്ലേ ഒരു മലയാളി ജനറൽ സെക്രട്ടറി ആയി വരുന്നു. ഒരു മലയാളി നമ്മൾ ഇതിൽ കൽപ്പിക്കാനില്ലെങ്കിൽ പോലും എന്താണ് കെ രാധാകൃഷ്ണന്റെ ഒരു അഭിപ്രായക്കാർ? തീർച്ചയായിട്ടും അദ്ദേഹം SFIയിലൂടെയാണ് വന്നത്. SFIയുടെ ദീർഘകാല ഒരു പ്രവർത്തകൻ നേതാവുമായിരുന്നു, അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഞാൻ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തോടൊപ്പം താഴെ നിന്ന് മേലോട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം പിന്നെ കാൽനടയാത്രയിൽ പങ്കെടുക്കാൻ എനിക്ക് കഴിഞ്ഞു, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ. അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടന്ന സമയത്തൊക്കെ SFI നയിച്ചിരുന്ന രണ്ടുപേരാണ്, ഒന്ന് കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ MAB. അന്നൊക്കെ ചെറിയ കുട്ടിയായിരുന്നു, എങ്കിൽ പോലും അതൊക്കെ നമുക്ക് വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. പിന്നീട് അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റായി, DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി. അപ്പം ഞാൻ ഇവിടെ പിന്നെ പഞ്ചായത്തിന്റെ സെക്രട്ടറി ആയിരുന്നു, പിന്നെ ബ്ലോക്ക് സെക്രട്ടറി ആയി. പിന്നെ അങ്ങനെ ആഷ്മി വേറെ എന്തോ ചോദിക്കാൻ ബാക്കി വെച്ച് ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞല്ലോ, രാധാകൃഷ്ണനോട് എന്തോ ചോദിക്കണോ? മാഷ് ചോദിക്കാൻ പറ്റില്ല, നമ്മളിപ്പോ ഇതിനെതിരായിട്ടല്ലേ മയക്കുമരുന്നിനെതിരായിട്ടുള്ള യാത്രയാ. ലഹരിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു നാമധേയം ക്യൂബൻ പ്രസിഡന്റ് ആയിരുന്ന ഫിഡൽ കാസ്ട്രോയാണ്. അപ്പോൾ ഫിഡൽ കാസ്ട്രോ പോയിട്ടുണ്ടോ? ഞാൻ ക്യൂബയിൽ പോയിട്ടുണ്ട്, ഹവാനയിൽ പോയിട്ടുണ്ട്. അപ്പോൾ കാസ്ട്രോ പിന്നെ ചെയിൻ സ്മോക്കറായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ ബൊളിവിയൻ കാടുകളിലൂടെയായിരുന്നു അവർ വിപ്ലവം നയിച്ചത്. ആ സമയത്ത് വേറെ ഒരു എന്റർടൈൻമെന്റ്. അപ്പോൾ ഈ ചുരുട്ട് ഇങ്ങനെ അവിടെ ചെയിൻ സ്മോക്കറായിരുന്നു. ചെയ്യും പ്രകാശ് ആ ടീമെല്ലാം. അപ്പോൾ പുള്ളി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ശീലം മാറ്റിയില്ല. അങ്ങനെയാണ് ഒരിക്കൽ 80കൾക്ക് ശേഷം അദ്ദേഹത്തെ ആന്റി നാർക്കോട്ടിക് ഡേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ പോയി സംഘാടകർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അവർ നിരാശരായി പോയി. പിന്നെ അവർ വീണ്ടും ചെന്നു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ നിരന്തരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഡേ അടുത്ത് വരികയാണ്. അപ്പോൾ ഇവർ ലാസ്റ്റ് ഒന്നും കൂടി ഒരു ശ്രമം കൂടി നടത്താൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ശരി ഞാൻ വരാമെന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ദിവസങ്ങളെല്ലാം പുള്ളി ഇത് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണമായിരുന്നു. അങ്ങനെ ആന്റി നാർക്കോട്ടിക് ഡേ ഉദ്ഘാടനം ചെയ്യുന്ന ആൾ അത് വലിച്ചുകൊണ്ട് പോയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ശരിയല്ല. ഒരു വലിയ സന്ദേശമാണ്. നമ്മളത് ചെയ്തിട്ട് മറ്റുള്ളവരോട് ചെയ്യരുത് എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം അവസാനം ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ആദ്യം പറയായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിൽ കാര്യങ്ങൾ പക്ഷെ ആദ്യം പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ അന്ന് വലിച്ചുകൊണ്ടിരിക്കുന്ന ആള് പിന്നെ വന്ന് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റ് ഉണ്ട്. അതാണ് കറക്റ്റ്. നമ്മൾ ചെയ്യുകയും മറ്റുള്ളവർ ചെയ്യരുതെന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള കാസ്ട്രോയുടെ വചനങ്ങളാണ്. നമ്മുടെ കടുപ്പം പിടിച്ചൊരു യാത്രയാ അത്. ഞങ്ങള് രാഷ്ട്രീയപ്രവർത്തകരൊക്കെ സമ്മതിച്ചിരിക്കുക ഈ യാത്ര. കാര്യം 39 ഡിഗ്രി ചൂടിലൊക്കെ ഇങ്ങനെ നിരന്തരമായി പര്യടനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് മാത്രമേ പറ്റൂ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മള് തൊലിക്കെട്ടി നിങ്ങൾക്കാണ്. അതല്ലേ നമ്മൾ ഒരു കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു, മിക്കവാറും ഇത് നമ്മുടെ അവസാനത്തെ യാത്രയായിരിക്കും എന്നും പറഞ്ഞു. അതല്ല അത് അർത്ഥം വെച്ച് പറഞ്ഞല്ല, വലിയൊരു ഇതാണ്. ഇത് പക്ഷേ രാധാകൃഷ്ണനോട് ഞാൻ ബിയോണ്ട് ഓൾ തിങ്സ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ ജനപ്രതികരണമാണ് കേട്ടോ. കേരളം നമ്മൾ ഏതാണ്ട്
അത് നിങ്ങൾക്ക് മാത്രമൊക്കെ പറ്റുന്ന ഒരു കാര്യം ഞങ്ങൾ ആദ്യമേ ഡിക്ലെയർ ചെയ്തിരിക്കുക. അതായത് കോഴിക്കോട് ബീച്ചിൽ ഈ 20-ാം തീയതി 1 ലക്ഷം പേരുടെ പ്രകടനത്തിലായിരിക്കും ഇത് അവസാനിക്കുക. അപ്പോൾ ഇതൊന്നും നമ്മൾ യഥാർത്ഥത്തിൽ വണ്ടി പിടിച്ചു കൊടുക്കോ കാശ് കൊടുക്കോ ഒന്നും ഇല്ല. ആൾക്കാരല്ലാതെ എത്തണമെന്നാണ്, കുറച്ച് പൈസ ചിലവാക്കി വരാനാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും വലിയൊരു സന്ദേശമാണ്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് കാരണം ഞങ്ങളിതിങ്ങനെ വാർത്താമുറിയിൽ ഇരുന്ന് നിങ്ങളെ പരസ്പരം ചർച്ച ചെയ്യും. അപ്പോൾ ഒരു ദിവസം രാവിലെ 7 മണിക്ക് 14 കൊലപാതകം വായിച്ചു ഞാൻ 7-നും 8-നും ഇടയിൽ. അപ്പോൾ അതൊക്കെ വലിയ റെക്കോർഡാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും കൊലപാതകങ്ങൾ വരുന്നതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതുപോലുള്ള MDMA യും മറ്റുള്ള ഈ ബ്രൗൺ ഷുഗറും ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പം ഇങ്ങനെ ഒന്ന് അന്വേഷിച്ചിറങ്ങാം. ഇറങ്ങിയപ്പോൾ തിരുവനന്തപുരം കൊല്ലം ജില്ല കടന്നപ്പോൾ തന്നെ അപകടമെന്ന് മനസ്സിലായി. പത്തനംതിട്ട കയറിയപ്പോഴും തന്നെ പ്രശ്നമായി. അപ്പോൾ എല്ലാ ജില്ലകളുണ്ട്. പിന്നെ അവസാനം മനസ്സിലായത് ഒരു പഞ്ചായത്തിൽ ഒരു ചേട്ടനെങ്കിലും ഉണ്ട്. ഒരാളുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരാൾ. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള റെയ്ഡും അന്വേഷണങ്ങളും പരിശോധനയും നടക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല മുഖ്യമന്ത്രിക്ക് നമ്മളൊരു ലൈവ് ചെയ്തിരുന്നു അദ്ദേഹമായിട്ട്. അപ്പം ഒരു റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഒരു കോൺഫിഡൻഷ്യൽ ഏരിയയുണ്ട്. അതായത് ഏതൊക്കെ ചേട്ടന്മാർ അതിന്റെ പിന്നിലുള്ളതെന്നും പടം വെച്ച് അതിനകത്ത് ഉണ്ടാവും. അത് ജനങ്ങൾ കൊടുക്കത്തില്ല. ജനങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടിൽ പൊതുവായ കാര്യങ്ങളെ ഉണ്ടാവും. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ വിശദമായിട്ടൊരു സ്ഥാനം കൊടുക്കാനുണ്ട്. അദ്ദേഹം പറഞ്ഞു അത് മെറിറ്റ് അടിസ്ഥാനത്തിൽ നടപടി എടുക്കാമെന്നും പറഞ്ഞു. ഇതിന്റെ ഉറവിടം അതാണ് പ്രശ്നം. അപ്പോൾ കേരളത്തിന് പുറത്താ അത് നമ്മള് കേരളത്തിന്റെ അവിടെ ബോംബിടണമെന്നല്ലേ നമ്മൾ പറയുന്നത്. ഇന്ത്യയുടെയും പുറത്തായിരിക്കും. MP യുടെ സ്ഥാനം പോകണ്ട നമുക്ക്. ഓക്കെ, സന്തോഷം. നന്നായിട്ടിരിക്കട്ടെ അല്ലേ? ഓക്കെ, അപ്പോൾ 500 കോടി മോഹവിലയും 300 രൂപ യഥാർത്ഥ വിലയുള്ള ഒരു കപ്പ്. 500 കോടി ഇതൊക്കെ പറഞ്ഞാൽ നാളെ ED-യുടെ മുമ്പിൽ അതല്ലേ ഒരു പുരാതന കപ്പ്. യഥാർത്ഥ പ്രൈസ് പറഞ്ഞതല്ലേ. ഇനി MLA-ക്ക് ഒരെണ്ണം കൊടുക്കും. 500 കോടി സാധനം മേടിച്ചിട്ടാ വരുന്നത് ചോദിക്കും. അപ്പോ താങ്ക് യു. ഓക്കെ, സന്തോഷം. എല്ലാ വിജയാശംസകളും. ഷുവർ. താങ്ക് യു. എന്റെ ചെലവിൽ ചേലക്കര ഒരു ചായ കുടിച്ചോളൂ. നമുക്ക് MP-ക്ക് അതൊക്കെ ചെയ്തു തരാം. ചായ കുടിക്കണോ? അതെ, നമ്മൾ കുടിച്ചു. വരാം എടുത്തിട്ട് വരാം. ശരി ഉഷ. കോഴിക്കോട് വരണം. ഡേറ്റ് എന്നാ? 20-ാം തീയതി പറ്റുമെങ്കിൽ വരണം. കാരണം ഒരു പാർട്ടിയില്ല, ഒരു സമുദായമില്ല, ഒരു പരിഗണനയില്ല.